നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഓസ്ട്രേലിയൻ യാത്രയുമായി ബന്ധപ്പെട്ട 6ാമത്തെ എപ്പിസോഡാണ് ഇത്. ഞാൻ ഇന്ന് രാവിലെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ക്യൂബി എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നും ഹാർബർ സൈഡിലേക്ക് പോവാണ്. ഇന്ന് ആദ്യം എൻ്റെ ലക്ഷ്യം അടുത്തുള്ള ഒരു ടറോംഗ എന്ന മൃഗശാല കാണണം ആദ്യം. അതിനുശേഷം 2 മണിയോടുകൂടി തിരിച്ചു വന്നതിന് ശേഷം വേണം ഇന്നത്തെ ഫയർ സർവീസ്, അതായത് 31 2024 ഡിസംബർ 31 തീയതിയാണ് ഇന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് എനിക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്നതിന് ശേഷം വേണം ഇന്നത്തെ ന്യൂ ഇയർ ഫങ്ഷൻസ് എല്ലാം കാണാൻ. ഞാൻ ഫെറി ഉപയോഗിക്കുന്ന സ്ഥലത്ത്, അതായത് ഹാർബറിൽ നിന്നും ടറോംഗ സൂവിലേക്ക്, മൃഗശാലയിലേക്ക് പോകുന്ന ഫെറിയാണ് ഇത്. ആ ഫെറിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു, അതിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ. വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു ഈ ഇതിലേക്ക് കയറാനും ആ പാർക്കിലേക്ക് പോകാനും വേണ്ടി. പാർക്കല്ല, സൂവിലേക്ക് പോകാനും വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്. ഓസ്ട്രേലിയയിൽ ഇംഗ്ലീഷിലുടനീളം നിരവധി ആദിവാസി പദങ്ങൾ പൊതുവെ ഉപയോഗത്തിലുണ്ട്. പല സ്ഥലങ്ങളിലെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും അവ ആദിവാസി പേരുകളിലാണ് വിളിക്കുന്നത്. തോളിൽ എന്ന അർത്ഥം വരുന്ന ടറോംഗ എന്ന കാമറേങ് പദത്തിൽ നിന്നാണ് ടറോംഗ എന്ന വാക്കുണ്ടായതും ഈ സൂവിന് ആ പേര് കിട്ടിയതും. സർക്കിൾ ക്യൂറിലുള്ള ഹാർബറിൽ നിന്നാണ്, അതായത് ഫെറി നടത്തുന്ന ഈ തുറമുഖം എന്ന് പറയാനൊക്കത്തില്ല, നമ്മുടെ ബോട്ടുകളൊക്കെ നടത്തുന്ന ആ ഫെറി സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. ഏകദേശം 15 മിനിറ്റ് നേരം ബോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദ്വീപിലാണ് ഈ ടറോംഗ ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്കാണ് ഈ പോകുന്നവരെല്ലാവരും. അവിടേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച് ഈ ഫെറിയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. തിരിച്ച് എപ്പോഴും വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാം. ഇത് ഷട്ടിൽ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ ടിക്കറ്റ് കൊണ്ടാണ് ഏത് സമയത്തും നമ്മുടെ കാഴ്ച പൂർത്തീകരിച്ച് നമുക്ക് തിരിച്ചു വരാവുന്നേ ഉള്ളൂ. ഇതാണ് സർക്കിൾ ക്വറി ഫെറി സ്റ്റേഷൻ. ഇനി 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആ ദ്വീപിൽ എത്തിച്ചേരും. പോകുന്ന വഴിയിലാണ് നമുക്ക് കാണാനുള്ള ഒപ്പേറ ഹൗസ്, അതുപോലെ തന്നെ ഹാർബർ ബ്രിഡ്ജ്, ഇതിൻ്റെ എല്ലാം വിദൂരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് ദർശിക്കാവുന്നേ ഉള്ളൂ. ഞാൻ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സീറ്റ് എടുത്തത്. കാരണം നല്ല രീതിയിലെല്ലാം പിടിക്കണം, എല്ലാം ചിത്രീകരിക്കണം എന്നുള്ള ആശ കൊണ്ട് ബോട്ടിൻ്റെ അകത്ത് ഞാൻ കയറിയില്ല. അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഞാൻ സീറ്റ് പിടിക്കുകയും ചെയ്തു. ഒപ്പേറ ഹൗസാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ഇവിടെയാണ് ഇന്ന് വൈകുന്നേരം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഫയർ വർക്ക്സ് നടക്കുന്നത്. രാത്രി 12 മണിക്ക് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ട് വളരെയധികം ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. ഞാൻ അത് കണക്കൂട്ടി തന്നെയാണ് ഈ യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ ആദ്യം രാവിലെ അങ്ങോട്ടേക്ക് പോവാണ്, ഈ സൂവിലേക്ക് പോവാണ്, ടൊറോംഗ സൂവിലേക്ക്. ഇതാണ് ബ്രിഡ്ജ്, ഹാർബർ ബ്രിഡ്ജ്. ടൊറോംഗ സൂവിൽ ചെന്ന് അവിടെയുള്ള കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം 2 മണിക്ക് മുൻപായിട്ട് തിരിച്ചു വരാനാണ് ഞാൻ പ്ലാൻ ഇടുന്നത്. വന്നു കഴിഞ്ഞിട്ട് വേണം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കാനും നമുക്ക് ഇന്ന് രാത്രിയിലുള്ള ഈ ഫയർ വർക്ക്സ് കാണാനും പറ്റും. അതായിരുന്നു എൻ്റെ ഈ യാത്രയുടെ പ്രധാന ഐക്കോൺ തന്നെ എന്ന് വേണേൽ പറയാം. സിഡ്നി ഹാർബർ സാഹചര്യത്തോടുള്ള അസാധാരണമായ വ്യാഖ്യാനവും പ്രതികരണവുമാണ് ഈ രൂപകൽപ്പന പ്രതിനിധീകരിക്കുന്നത്. ഘടനാപരമായ എഞ്ചിനീയറിംഗിലും നിർമ്മാണ സാങ്കേതിക വിദ്യയിലും സിഡ്നി ഒപ്പേറ ഹൗസ് നേടിയ നേട്ടങ്ങൾ സാർവത്രിക മൂല്യമുള്ളതാണ്. ഇതിന് പ്രവേശന ഫീസുണ്ട്. ഇതിനകത്ത് കയറുന്നതിന് മുതിർന്നവർക്ക് $48, കുട്ടികൾക്ക് $28. കുടുംബാംഗങ്ങൾക്ക് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് $124 ഒരു കുടുംബത്തിന് സുഖത്ത് കയറാൻ പറ്റും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് ഇതിനകത്ത് കയറുന്നതിന്. സിഡ്നി ഒപ്പേറ ഹൗസ് 1973 തുറന്നു. അതിലെ കച്ചേരി ഹാളുകളും തിയേറ്ററുകളും ഒപ്പേറ മുതൽ കോമഡി ഷോകൾ വരെയുള്ള പ്രതിവർഷം 1600-ലധികം പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പേറ ഹൗസ് ഫോർട്ട് കോർട്ടിൽ പകലും രാത്രിയും ചുറ്റി നടന്ന് തണുപ്പിക്കുന്നതിനും ചൂടാക്കുന്നതിനും ഊർജം പകരാൻ തുറമുഖത്ത് നീളമുള്ള കടൽ വെള്ളം ഉപയോഗിക്കുന്ന അതുല്യമായ കെട്ടിടം അത്ഭുതപ്പെടുത്താനും നമുക്ക് കഴിയും. ആധുനിക ഓസ്ട്രേലിയയുടെ പ്രത്യേകമായ സിഡ്നി ഒപ്പേറ ഹൗസ് രാജ്യത്തെ മുൻനിര വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പെർഫോമിംഗ് ആർട്സ് കേന്ദ്രങ്ങളിൽ ഒന്ന്. എല്ലാ ഓസ്ട്രേലിയക്കാർക്കും അവകാശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി മീറ്റിംഗ് സ്ഥലം. ചിലപ്പോൾ ഒരു നഗരത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഒരു വിനോദസഞ്ചാര കെണി പോലെയാകാം. അമിതമായ തിരക്ക് ഇവയൊന്നും വിലമതിക്കുന്നില്ല ഇവിടെ. ഒപ്പേറ ഹൗസ് അങ്ങനെയുള്ള കാര്യമല്ല. ഇത് ഓസ്ട്രേലിയൻ ഐക്കണിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ എന്തെങ്കിലുമുണ്ട്.
ഒരു സന്ദർശനം കൂടാതെ സിഡ്നി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അത് സാധ്യവുമല്ല. ഓസ്ട്രേലിയ സന്ദർശിച്ചു കഴിഞ്ഞാൽ സിഡ്നി തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾ ആരായാലും സന്ദർശിക്കും. സിഡ്നിയിലെത്തിക്കഴിഞ്ഞാൽ ഒപ്പേറ ഹൗസ് കാണുക എന്നുള്ളത് ഒരു അത്യന്താപേക്ഷിത കാര്യമാണ്. കാരണം ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളോ ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകമാണ് ഒപ്പേറ ഹൗസ്. നമ്മൾ ഏകദേശം നമ്മുടെ സൂവിന് സമീപം എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇതുവരെ കാണുന്ന ആ ചെറിയ ദ്വീപാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ന്യൂ സൗത്ത് വെയിൽസിലെ ഒരേ ഒരു മൃഗശാലയും അക്വേറിയവും കൂടിച്ചേർന്ന് സ്ഥിതി ചെയ്യുന്നതും സിഡ്നി മൃഗശാലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉരക രാത്രികാല ഹൗസും ഇവിടെയാണ്. സിഡ്നി മൃഗശാല സിഡ്നിയുടെ പ്രിയപ്പെട്ട പുതിയ മൃഗശാല ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ പ്രിയപ്പെട്ടയായ കോലങ്ങൾ, കങ്കാരുകൾ, എമുകൾ, ബോംബാറ്റുകൾ എന്നിവ മറ്റും കാണാൻ ഈ തുറന്ന സ്ഥലത്ത് പര്യവേഷണം ചെയ്താൽ മതിയാകും. മിക്ക മൃഗശാലകളും സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം തിരക്ക് കുറഞ്ഞ പ്രവൃത്തി ദിവസങ്ങളിലാണ്. രാവിലെയോ ഉച്ചയ്ക്കോ സന്ദർശിച്ച് ഉച്ചവെയിലിൻ്റെ കാഠിന്യം ഒഴിവാക്കുക. തണുപ്പുള്ള ഈ സമയങ്ങളിൽ കൂടുതൽ സജീവമായ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏകദേശം 52 ഏക്കർ വിസ്തൃതിയുള്ള പുതിയ മൃഗശാല 1916 തുറന്നു കൊടുത്തത്. പഴയ മൃഗശാല മിക്ക മൃഗങ്ങൾക്കും പസഫിക് തീരത്തേക്ക് ബാർജ് വഴിയാണ് അവരുടെ പുതിയ വീട്ടിലേക്ക് പോകേണ്ടി വന്നത്. അതിനുശേഷം മൃഗശാല വികസിപ്പിക്കുകയും ഇപ്പോൾ 70 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ആ ദൂരെ കാണുന്ന സ്ഥലം, അതാണ് നമുക്ക് ജെട്ടി. നമ്മുടെ ബോട്ട് എത്തിപ്പെടേണ്ടതും പാർക്ക് ചെയ്യേണ്ടതുമായ ജെട്ടിയാണത്. ഈ കാണുന്നത് മുഴുവനുമാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ഈ സൂ. ഇതൊരു ചെറിയ ദ്വീപാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ സൂവും ഒരു അക്വേറിയം മാത്രമേ ഉള്ളൂ. 1973 മുതലേ സുവോളജിക്കൽ പാർക്സ് ബോർഡ് ആക്ട് പ്രകാരം ന്യൂ സൗത്ത് വെയിൽസിലെ ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ന്യൂ സൗത്ത് വെയിൽസിലെ കാലാവസ്ഥാ വ്യതിയാനം, ഊർജം, പരിസ്ഥിതി, ജലം എന്നീ വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഈ തരോങ്ക രൂപീകരിച്ചത്. നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞു. ആ ജെട്ടിയിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇറങ്ങി ഇതിൻ്റെ മെയിൻ ഗേറ്റ് എൻട്രൻസ് കഴിഞ്ഞിട്ട് വെളിയോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ബസ്സുണ്ട്. ഫ്രീ സർവീസാണത്. സൂവിൻ്റെ മെയിൻ എൻട്രൻസ് വരെ ആ ബസ് സർവീസ് നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അതുകൂടി ഉൾപ്പെട്ടതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. വേയോട്ട് തൊട്ടടുത്ത് തന്നെ ബസ് കാർത്ത് കിടപ്പുണ്ട് നമ്മളെ പ്രത്യേകിച്ച്. അല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരുമുണ്ട്. അത്ര വലിയ ദൂരമില്ല എങ്കിൽ കൂടി മിക്കവാറും ഒരു 90% ആൾക്കാരും ആ ബസ്സിനകത്താണ് കയറുന്നത്. ഇഷ്ടംപോലെ ബസ്സുണ്ട്. മറ്റ് ചിലർ ആളുകൾ നടന്നു തന്നെ പോയി പ്രകൃതി സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ വേണ്ടി നടന്നു പോകുന്നവരുമുണ്ട്. ഞാൻ എന്തായാലും ബസ്സിൽ തന്നെ പോകാനാണ് ആഗ്രഹിച്ചത്. ഞാൻ എന്തായാലും ആ ബസ്സിൽ തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബസ് ഫുള്ളായിട്ടില്ല. എനിക്ക് അതിനകത്തൊരു സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ അതിൻ്റെ കവാടത്തിലെത്തിക്കഴിഞ്ഞ്, ഈ സൂവിൻ്റെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞു. ഓസ്ട്രേലിയൻ എഴുത്തുകാരനായ വിക്ടർ കെല്ലർ എഴുതിയ ഒരു മുതിർന്നവരുടെ സയൻസ് ഫിക്ഷൻ നോവലാണ് ടറാങ്കോ. 1987 അദ്ദേഹം അത് എഴുതിയത്. ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശകരമായ ദുരന്തത്തെയും ദക്ഷിണാർദ്ധഗോളത്തിൽ ഓസ്ട്രേലിയയിൽ അതിൻ്റെ സ്വാധീനത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ആ നോവൽ. സത്യം പറഞ്ഞാൽ ടഗോറോ മൃഗശാലയിലെ കാഴ്ചകൾ മാത്രമല്ല, അതിൻ്റെ പശ്ചാത്തലത്തിനും സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ജിറാഫും സൂബ്രായും പ്രദർശിപ്പിക്കുന്ന സ്ഥലം മൃഗശാലയുടെ ഏറ്റവും മികച്ച കാഴ്ച പ്രഭാ കേന്ദ്രമാണ്. ജിറാഫുകളും സീബ്രകളും സ്വതന്ത്രമായി വിരഹിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു വിശാല ചുറ്റുപാട് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ആ സൂവിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സ്ഥലം അകത്തെയാണ്. And for choosing to spend the last day of 2024 here with us. We really do appreciate you being here. And Happy New Year's Eve. Happy New Year. If you've arrived today and you've already purchased tickets. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ചെറിയ കോഫിറ്റേരിയ,
വിശ്രമ കേന്ദ്രങ്ങൾ, വാഷ്റൂംസ് തുടങ്ങിയവയെല്ലാം ഉണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം അകത്തേക്ക് കയറാൻ വേണ്ട സൗകര്യത്തിന് വേണ്ടിയാണ് അതെല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളും ഉള്ളിൽ കയറി കഴിഞ്ഞ് ഈ സൂവിൽ കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട കാഴ്ചകളും എല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ എത്തിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.